കണ്ണും ചിമ്മിക്കാനും കനവാണി ബാംഗ്ലൂരു. ചൂളം കുത്തിപ്പാടും കാറ്റിനൊപ്പം ചുറ്റിക്കാണാൻ ബാംഗ്ലൂരു. നൂലും പൊട്ടിപ്പാറും വട്ടം പോലെ നാടും കൂടും വിട്ട കിളി പോലെ മതി മറന്നിനി പറക്കാനായി ബാംഗ്ലൂരു. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്? ഹാപ്പിയായും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി ഹാപ്പിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ ബാംഗ്ലൂരാണ് പോയത്, നമ്മുടെ ബംഗളൂരു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയൊരു യാത്രയായിരുന്നു ഇത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതൊന്നും നമ്മൾ ഒരിക്കലും നടക്കാറില്ല. അഥവാ നമ്മളെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്ലാൻ നടന്നാലും അത് നമ്മൾ വിചാരിക്കുന്ന അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലേ? പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ചത്താലും മറക്കൂല എന്ന് പറഞ്ഞില്ലേ, അതുപോലുള്ള ഒരുപാട് നല്ല മെമ്മറീസ് തന്നൊരു യാത്ര തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഒരു കുന്ന് സന്തോഷങ്ങൾ തന്നൊരു യാത്രയായിരുന്നു. നമ്മൾ സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് വയ്യായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചേട്ടനൊന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ നമ്മൾ ഒരു ദിവസം പോലും നമ്മൾ അവരുടെ വീട്ടിൽ നിന്നില്ല. കാര്യം നമ്മൾ ഫുൾ കറക്കമായിരുന്നു. നമ്മൾ 2 ഫാമിലിയും കൂടി ആയിട്ട് നല്ല കറക്കമായിരുന്നു. എൻ്റെ വിദൂരത്തിലുള്ള ആഗ്രഹങ്ങൾ പോലും, അതായത് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ നമ്മൾ എല്ലാ രീതിയിലും സ്റ്റേബിളായിട്ടൊക്കെ നടക്കുമെന്ന് വിചാരിച്ച ആഗ്രഹങ്ങൾ പോലും അതിൻ്റെ ഒരു മിനി വെർഷൻ എനിക്ക് ഈ ഒരു യാത്രയിൽ സംഭവിച്ചു. അപ്പോൾ എനിക്ക് അത്രയും സന്തോഷമെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വാല്യുബിളായിട്ടുള്ള മെമ്മറീസും കൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ വ്യാഴാഴ്ച വൈകിട്ടാണ് കയറിയത്. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ അവിടെ എത്തി. ഒരു 8:30-9 മണി ആയി അവിടെ എത്തിയപ്പോൾ. പിന്നെ നമ്മൾ അവരെ ഫ്ലാറ്റിൽ പോയി ഫ്ലാറ്റെല്ലാം ചുറ്റിക്കണ്ടു. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇറങ്ങിയാലേ പറ്റുള്ളായിരുന്നു. കാര്യം വെള്ളം അവൾക്ക് എന്നൊരു വീക്ക്നെസ്സാണ്, കടലൊഴുകി. പിന്നെ നമ്മൾ ലഞ്ചിനായിട്ട് ദ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. പറയാതിരിക്കാൻ വയ്യ, ഞാൻ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിലും കർണാടകയിലും ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഇതുവരെയുള്ള ഒരു ലൈഫിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ച ഫുഡ് ദ ഷെഫ് പിള്ളയിൽ തന്നെയാണ്. അവിടെ നമ്മൾ ബീഫ് റോസ്റ്റ്, അപ്പം, പാനിപ്പൂരി, ഷെഫിൻ്റെ സ്പെഷ്യൽ പാനിപ്പൂരിയും നിർവാണ, അതുപോലെ ബിരിയാണി, പറയണ്ട, ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഫുഡായിരുന്നു അവിടുത്തത്. സത്യത്തിൽ വയറും മനസ്സും നിറഞ്ഞു. എന്നെങ്കിലും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും നിങ്ങൾക്കും. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം രാത്രി ഒരു 10:30 ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ ഫീനിക്സ് മോളിൽ പോയി. അവിടെ അവരുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള ഒരു മോളായിരുന്നു അത്. അവിടെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളുമുണ്ട്, നമ്മളും കുഞ്ഞുമുണ്ട്. അപ്പം അവർക്ക് ബസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഞാനില്ലാതെ എവിടെയും പോകത്തില്ല. അതുകൊണ്ട് എനിക്കും ആ ബസ്സിൽ കയറേണ്ടി വന്നു, കൊച്ചു പിള്ളേരുടെ ബസ്സിൽ. ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ അതും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കാറിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് നാളെ ഒരു ഫുൾ ഡേ കിട്ടും. കാര്യം ഞായറാഴ്ച നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് വരികയാണ്. സോ നാളെ എവിടെ പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ കാറിൽ ഇരുന്നതിന് ഒരുപാട് പ്ലാനിങ്ങൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വീട്ടിൽ വെച്ച് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം, ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോ കണ്ടാണ്, അത് ഡിന്നർ കഴിച്ചതിന് ശേഷം കണ്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ഇടയിലായിപ്പോയതാണത്. ആക്ച്വലി എനിക്ക് ടുട്ടു എങ്ങനെ ആയിരിക്കും, അതായത് ടുട്ടു എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് എന്നെയോ ചേട്ടനെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ വിട്ട് വേറൊരു ലോകം അവൾക്കില്ല.
ആരടുത്തും അങ്ങനെ കൂട്ടാവുകയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ പോയാലെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, പിന്നെ ട്രെയിനിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിലൊന്നും ഞാൻ വിചാരിച്ച അത്രയും പ്രശ്നമില്ലായിരുന്നു. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പോയപ്പോഴും അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അവൾക്ക് അവളുടെ ചേച്ചിയായിട്ട് ഫുൾ ടൈം കളിച്ചാൽ മാത്രം മതി. അപ്പോൾ രണ്ട് കുട്ടികളും നല്ല ഹാപ്പിയായി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഈ ഫീനിക്സ് മോളിൽ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസുകളാണ് ഇതൊക്കെ. സത്യത്തിൽ ഇതെല്ലാം ഒരുപാട് മെമ്മറീസ് എന്ന് തന്നെ പറയാം. കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമൊക്കെ ബാംഗ്ലൂരാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളവരെ എപ്പോഴും കാണുന്നില്ല, അങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ വല്ലപ്പോഴും കണ്ട് അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് മാത്രമല്ല, നമുക്കും അവർക്കും ഒരേപോലെ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഓരോ മൊമെൻറ്റുകളും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ടുട്ടു ആയാലും ഇത്രയും എൻജോയ് ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. അവൾ ഒരുപാട് എൻജോയ് ചെയ്തു. അവൾക്കാണ് അവിടെ പോയതിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് തോന്നി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഫീനിക്സ് മോളിൽ നിന്ന് ഇറങ്ങി പ്ലാൻ ചെയ്ത് ഇവിടെ വിധാൻ സൗദ എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. നമ്മുടെ ബാംഗ്ലൂരുള്ള ലെജിസ്ലേറ്റീവ് ഹൗസാണ്, സെക്രട്ടേറിയറ്റും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് സത്യത്തിൽ അത് രാത്രി കാണാൻ എൻ്റെ പൊന്നു എന്താ സ്ട്രക്ചർ, അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ആക്ച്വലി അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ ഈ രാത്രി വന്ന് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസൊക്കെ പോലെയുണ്ടല്ലോ, അങ്ങനെ ആൾക്കാർ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രിയുള്ള അവരെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ തോന്നി, നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നെറ്റിട്ടിരിക്കുന്നതാണ്, ഫോണിൻ്റെ പ്രശ്നമല്ല കേട്ടോ. അത് പ്രാവൊന്നും ബാൽക്കണിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നെറ്റിട്ടതായിരുന്നു, ഫോണിൻ്റെ പ്രശ്നമല്ല. അതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നാളെ രാവിലെ ഇത്രയും ട്രാവൽ ചെയ്ത് ഒരുപാട് ടയേർഡായതുകൊണ്ട് നാളെ രാവിലെ എണീച്ച് പോവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു മ്യൂസിയത്തിലാണ് പോയത്. പേരെനിക്ക് ഓർമ്മയില്ല, എയർപോർട്ട് മ്യൂസിയം എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ പ്ലെയിനും റോക്കറ്റ് ജെറ്റ് അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തെങ്കിലും ഞാൻ എല്ലാം ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാര്യം നിങ്ങൾക്ക് ബോറടിച്ചിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് പോവും. അപ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇൻട്രസ്റ്റ് കാണുമല്ലോ. ഞാൻ വലിയ ഇൻട്രസ്റ്റോട് കൂടിയല്ല പോയത്. കാര്യം ടുട്ടുവിന് ഈ എയ്റോപ്ലെയിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പോൾ സത്യത്തിൽ ഓരോന്ന് കാണാൻ എനിക്കും നല്ല ഇൻട്രസ്റ്റ് തോന്നി. ഓരോ ഇതിനെക്കുറിച്ച് അറിയാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ആക്ച്വലി ഞാൻ ടുട്ടു ട്രെയിനിൽ ബിഹേവിയർ എങ്ങനെയായിരിക്കുമെന്ന് നല്ല പേടിച്ചു. കാര്യം കുഞ്ഞു പിള്ളേരല്ലേ, അടങ്ങിയിരിക്കാൻ വളരെ പാടാണ്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ അവൾ കുറച്ചൊക്കെ ഒരു ഡിസ്റ്റർബൻസ് പോലെയൊക്കെ കാണിച്ചെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ യാത്ര കൂടുതലും രാത്രി വന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഉറങ്ങാനായിട്ട് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ട്രെയിനിലെ സീറ്റിലേ അതായത് അവൾക്ക് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതോ ഊഞ്ഞാലിരിക്കുന്നുണ്ടോ, ഊഞ്ഞാലിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ എൻ്റെ പൊന്നോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഊഞ്ഞാലിൽ നിന്ന് അവളെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നതെന്ന് അറിയോ. ഊഞ്ഞാൽ, വെള്ളം, ഇതെല്ലാം എൻ്റെ മോളുടെ സീസ, അതെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭയങ്കര ഒരു വീക്ക്നെസ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ കബൻ പാർക്കിൽ പോയി. കബൻ പാർക്കിൽ പോയപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിൽ ഈ യാത്രയിൽ സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയാൽ അന്ന് ഇടുക്കി പോയത്, മൂന്നാർ പോയത് തന്നെ മാക്സിമം വീഡിയോസ് എടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷേ ഈ ഒരു യാത്രയിൽ നമ്മൾ എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. വീഡിയോസ് അവിടെ ഇവിടെയായിട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അത് തന്നെയാണ് ഭയങ്കര ഒരു മെമ്മറി എന്ന് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് ബാംഗ്ലൂർ പാലസിൽ പോയതായിരുന്നു. അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്രയിൽ ഫോട്ടോഗ്രാഫി അല്ലായിരുന്നു നമ്മളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് ക്യാപ്ചർ ചെയ്യുക, അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഫാമിലി ടൈം എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സ്നോ എടുക്കണം, സ്നോയിൽ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മിനി വെർഷനായിട്ട് ബാംഗ്ലൂർ സ്നോ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട് സ്നോയിൻ്റെ. അവിടെ പോയി കുറച്ച് നേരം, വളരെ കുറച്ച് നേരമേ കളിക്കാൻ പറ്റുള്ളൂ. കാര്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഈ കാണുന്ന അത്രയും അവർക്ക് എൻജോയ് എത്രമാത്രം ടൈം അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കാര്യം നല്ല തണുപ്പാണ്. നമ്മൾ ഇത്രയും സംഭവങ്ങൾ, കാലുറ, കയ്യുറ, കോട്ട്, അത് ഇതൊക്കെ ഇട്ടാലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പിള്ളേർക്ക് പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. സത്യത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോകുമ്പോൾ ആകെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു കോളേജിൻ്റെ അവിടെ എവിടെയോ, എനിക്ക് സ്ഥലം കറക്റ്റ് അറിയില്ല, ബാംഗ്ലൂർ ഉത്സവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഫെസ്റ്റിവല്. അവിടെയൊക്കെ കയറി കണ്ടു. പിന്നെ അന്ന് രാത്രി വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കറങ്ങി കേട്ടോ. ലഞ്ച് കഴിക്കാൻ വേറൊരു ഹോട്ടലിൽ കയറി. അവിടുത്തെ ഫുഡും എൻ്റെ പൊന്നെ, പേരെനിക്ക് ഓർമ്മയില്ല, അതും പൊള്ളിയായിരുന്നു. അന്ന് നമ്മൾ ബിരിയാണിയല്ല ഞാൻ കഴിച്ചത്, ഞാൻ മീലാണ് കഴിച്ചത്. ഒട്ടും കൊള്ളാം, കൂറയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് മീലെന്ന് പറഞ്ഞതെങ്കിലും മോനെ എന്താ ടേസ്റ്റ്, സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ അതായത് അവരുടെ ഫ്ലാറ്റിൽ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം പിള്ളേർക്ക് പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ടുട്ടുവിന് മണ്ണ് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു. മണ്ണിൽ തൊടുമ്പോഴൊക്കെ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ മണ്ണിൽ തൊടുമ്പോഴേക്ക് അവൾക്കെന്തോ അവളെ കയ്യിലൊട്ടുന്നതുകൊണ്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ പാർക്കിൽ മണ്ണൊക്കെ എടുത്ത് കളിച്ച് അതിനുശേഷം അവൾ മണ്ണിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് വേണം പറയാൻ. എന്നിട്ട് കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവിടെ കുറച്ച് റൈഡ് പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി. അതിൽ സീസോ എന്നല്ലേ അതിന് പറയുന്നത്, ഈ സ്ലൈഡ്സ് എന്നാണെന്ന് തോന്നുന്നു. സീസോ അല്ല, സോറി, സ്ലൈഡ്സ്. പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ പോകുമ്പോൾ, എൻ്റെ അമ്മേൻ്റെ നാട് കർണാടകയാണ്. അവിടെ കാർവാറാണ് അമ്മേൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ പാർക്കിൽ പോകും. അവിടെ കാർവാർ ബീച്ച് എന്ന് പറയുന്ന അവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പാർക്കാണ്. അവിടുത്തെ റൈഡ്സിലൊക്കെ കയറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം കടയ്ക്കാവില അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മളങ്ങനെ പാർക്കിലൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മളുണ്ടല്ലോ, ആരുമില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. വലിയ അത്രയും രാത്രിയായിരുന്നു. പക്ഷെ കുറേ പേരൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ. പക്ഷേ ഈ ഒരു പാർക്കിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയം ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഞാൻ സ്ലൈഡ്സിലൊക്കെ കയറി. പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു, സെക്യൂരിറ്റി ആരെങ്കിലും കണ്ടാൽ വഴക്ക് കുറയോ എന്നുള്ള. എന്നാലും കുഴപ്പമില്ല, കയറാമെന്ന് വിചാരിച്ച് കയറി. കുറേ നേരം പിള്ളേരോടൊപ്പം ഞാനവിടെ പറ്റുന്ന സ്ലൈഡ്സിലൊക്കെ കയറി, പറ്റുന്ന ഈ കളിക്കാനുള്ള സംഭവങ്ങളിലൊക്കെ കയറി. ഒരുപാട് സന്തോഷം തോന്നി ആ നൈറ്റും. കാര്യം നമ്മൾ എത്ര വർഷം കഴിയും തോറും നമ്മൾ പ്രായം കൂടുന്നതേ ഉള്ളൂ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയത്തില്ലേ, അതുപോലെ എനിക്ക് ആ ഒരു സമയത്ത് അതാണ് സത്യത്തിൽ തോന്നിയത്. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പെട്ടെന്ന് വന്നു. ഉച്ചനേരത്താണ് പോയത്, പെട്ടെന്ന് വന്നു. അതിൻ്റെ വീഡിയോസൊന്നുമില്ല. പിന്നെ നമ്മൾ വൈകിട്ട് തിരിച്ചു പോയി. ഒരുപാട് വിഷമമായി. എന്നാലും കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ, മടിക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.